വീട്ടിലെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന അപ്പൊ ആ സ്ഥിതിക്ക് അവിടെ അഫക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം വിലക്കയറ്റം, ഗ്യാസിന്റെ വില വർധനം, അങ്ങനെയുള്ള നിരവധി ഡേ ടു ഡേ ലൈഫിൽ അഫക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അഫക്ട് ചെയ്യുന്നത് വീട്ടിലെ ഗൃഹനാഥകളെ നിലയ്ക്ക് അവർ മാനേജ് ചെയ്യുന്നതാണ്. അപ്പൊ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ സംസ്ഥാന സർക്കാർ വരെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സബ്സിഡി ഉണ്ടായിരുന്നത് ഇല്ലാതായിപ്പോയി. പല സാധാരണ വീടുകൾക്ക്, ഒരു ആവറേജ് വീടുകൾക്ക് മാത്രമേ നിലവിൽ സബ്സിഡി എന്ന് പറയുന്നത് കുറച്ചെങ്കിലും ലഭിക്കുന്നുള്ളൂ. അപ്പൊ ആ വിഷയങ്ങൾ കൂടെ ഒരു ഫാക്ടർ ആയിരിക്കില്ല തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഒരു അമ്മ എന്നുള്ള നിലയ്ക്കും ഒരു വീടിന്റെ കാര്യങ്ങൾ നോക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കും അതും കൂടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ കൂടുതലും ഒരു ലോവർ മിഡിൽ ക്ലാസ് ആൾക്കാർക്കാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിലൊക്കെ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മിഡിൽ ക്ലാസ്സിനെ. ലോവർ ക്ലാസ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവർക്ക് കിട്ടേണ്ടത്, പക്ഷേ മിഡിൽ ക്ലാസ് ആണ് ഇതിൽ സഫർ ചെയ്യുന്നത്. എപ്പോഴും മിഡിൽ ക്ലാസ് സഫർ ചെയ്യത്തുള്ളൂ, അത് സത്യാവസ്ഥ. പക്ഷെ ഇതിനകത്ത് ഒരു വീട്ടമ്മേണതിൽ ഞാൻ പറഞ്ഞുതരാം. അല്ല, സംഭവമൊന്നുമില്ല. ഞാൻ ഇത് വീട്ടമ്മ വീട്ടച്ഛൻ്റെ. കാരണം വെച്ചാൽ ഇന്ന് ഇവർക്കൊക്കെ ജോലിയുണ്ട്, പണിയില്ലാതെ വീട്ടിലിരിക്കുന്നതാണ് ഞാനാണ്. അതുകൊണ്ട് ഞാൻ ഇതിനൊക്കെ ദുരന്തം അനുഭവിക്കുന്നത്. ഞാൻ എന്റെ കൃത്യമായി പറഞ്ഞുതരാം. അതായത് വില വർധനവ് ഒരു വിഷയം തന്നെയാണ്, അത് യാതൊരു തർക്കവുമില്ല. പക്ഷെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൂമിയിൽ എല്ലാത്തിനും വില വർദ്ധിക്കും. കാരണം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 27 പൈസയായിരുന്നു പെട്രോളിന് ഒരു ലിറ്ററിന് വില. അത് ഏകദേശം 80-81 ആയപ്പോഴത്തേക്ക് 83 രൂപയായി. അവിടെ നിന്ന് ഇന്നിപ്പോ 100-ന് പുറത്തുപോയി ഒന്ന് താഴെ വരുന്നു. പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ, ഇന്ധനം നമ്മൾ എപ്പോഴും പറയുന്ന പെട്രോളിനെ പറ്റിയാണ്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന വെളിച്ചെണ്ണയുടെ വില ഇത്ര ഉയർന്നിട്ട് അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല. അതാണ് ആദ്യം നമ്മൾ താഴെ കൊണ്ടുവരുന്നത്. കാരണം ക്രൂഡ് ഓയിൽ മറ്റൊരു രാജ്യത്തുനിന്ന് എടുക്കുന്നതാണ്. ഇതാണ് എന്റെ വിഷയം. അതുകൊണ്ട് വില വർധനവ് കുറയ്ക്കേണ്ടത് തന്നെയാണ്.